വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയം ഇതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസിൽ ചിലതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടാകും, ചിലതൊക്കെ നാളെ സംഭവിച്ചേക്കും എന്ന് ആലോചിച്ച് വറി ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. ഈ ടെൻഷൻ, ഭയം, പ്രോബ്ലംസ് ഇതൊക്കെ ദൈവം നമുക്ക് തരുന്നതാണോ? ഒരിക്കലുമല്ല. സമാധാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ദൈവം ഇത്തരം ടെൻഷൻസ് നമുക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ നമുക്ക് ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലൂടെയും കടന്നു പോകേണ്ടി വരും. അവിടെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ എന്ന് ഒരു ചെറിയ പരീക്ഷണമുണ്ടാകും. എന്നതിനപ്പുറം നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഈ ഭയമൊന്നും ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ദൈവം നമുക്ക് സമാധാനമാണ് നേർന്നിരിക്കുന്നത്. കരുണ, സമാധാനം, അനുകമ്പ, വിശ്വസ്തത, ഇത്തരം ചിന്തകളിലൂടെ നമ്മളെ പഠിപ്പിച്ച ദൈവം ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ഈ ഭയം കൊണ്ടുവരികയില്ല. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ മറ്റൊരു അതായത് ഇത്തരം നെഗറ്റീവ് എനർജി നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഈ ഭയം, ഡിപ്രഷൻ, ടെൻഷൻ, ആൻസൈറ്റി, അതുപോലെ ഉണ്ടാകുന്ന സ്ട്രെസ്, ഇതൊക്കെ വരുമ്പോൾ, ഇത്തരം നെഗറ്റീവ് എനർജി നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഫോക്കസ് മാറ്റുക. നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളിലേക്ക്, നമ്മളുടെ പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നല്ലത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റിയെ കുറയ്ക്കുവാൻ സാധിക്കും. എന്നാൽ നെഗറ്റിവിറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറയും എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അതൊരു പക്ഷേ നമ്മുടെ ഈ ടെൻഷൻസ്, വറീസ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. നമ്മൾ ശാന്തമായി മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, നമ്മളെ കൂടുതൽ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എന്തുകൊണ്ടും അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ ഇല്ലാതാക്കുക.